ഹലോ, റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. പിന്നെന്താ, ഇന്നത്തെ ഒരു സുന്ദരിയെ കണ്ടോ? ഇവള് ഡബിൾ പെറ്റൽസിൻ്റെ ഒരു ക്ലൈമ്പിംഗ് റോസാണ്. പിന്നെ ഇവളുടെ ഇത് കണ്ട നടുവിൽ ഒരു യെല്ലോ പൂമ്പൊടിയെ കൊണ്ട് ഒരു ഡെക്കറേഷനൊക്കെ ഉണ്ട്. സൂപ്പറാണ് ഇവള്. ഇത് കണ്ടോ, ഇവളുടെ ലീഫുകളൊക്കെ ചെറിയ ലീഫാണ് കണ്ടോ, നീളത്തിൽ വന്നിട്ട്. ഇവളെനിക്ക് നടാനായിട്ട് ചട്ടികളൊന്നും ഉണ്ടായില്ല കൂട്ടുകാർ. ഞാനൊരു ചാക്കിൽ കുത്തി വെച്ചിരിക്കുക, കണ്ടോ നിങ്ങൾ. പിന്നെ താഴെ നട്ടിട്ടുണ്ട്. ഇവള് വേറൊരു പ്ലാന്റ് കൂടി ഉണ്ട്. പിന്നെ കുറേ കൂട്ടുകാരൊക്കെ നമ്മളോട് കട്ടിങ്സും പ്ലാന്റ്സൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും തരാൻ കേട്ടോ. പ്ലാന്റ്സ് ആകുമ്പോൾ എല്ലാവരെയും അറിയിക്കാം. എല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ കൂടി എല്ലാ കൂട്ടുകാരെ അറിയിക്കുന്നതാണ്. നമുക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. മഴയൊക്കെ ഒന്ന് കഴിയട്ടെ. ഞാൻ ശരിക്കും പ്ലാന്റ്സ് ആക്കുന്നത് കട്ടിങ്സൊക്കെ വെച്ച് പ്ലാന്റ്സ് ആക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഓരോന്നൊക്കെ കമ്പൊക്കെ കട്ട് ചെയ്ത് ഓരോ പ്ലാന്റൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുത്തിവെക്കും. അങ്ങനെയും പ്ലാന്റ് ആവാറുണ്ട്. അപ്പോൾ എങ്ങനെയായാലും പ്ലാന്റ്സ് ആയാൽ ഞാൻ അറിയിക്കാം കേട്ടോ. ആവശ്യമുള്ള കൂട്ടുകാർ ആ ടൈമിൽ പറഞ്ഞാൽ മതി. പിന്നെന്താ, പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് സാഫൊക്കെ അടിക്കാറുണ്ടോ? ചെടി മക്കൾക്ക് സാഫൊക്കെ അടിച്ചു കൊടുക്കണം കേട്ടോ, മഴയില്ലാത്ത ടൈമിൽ. അപ്പോൾ ഇപ്പോൾ കുറച്ച് മഴ തോർന്നിരിക്കുകയാണ്. അപ്പം ഞാൻ സാഫ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയ എൻ്റെ കുട്ടികൾക്ക്. അങ്ങനെ സാഫ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളെ ഞാൻ ഈ സുന്ദരിയെ കാണിക്കാൻ വന്നതാണ്. പിന്നെ നമ്മുടെ ചെടികളിൽ യെല്ലോ ലീഫൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഫംഗസിൻ്റെ അറ്റാക്ക് കൊണ്ട് വരാം, പല രീതിയിൽ വരാം. വാട്ടറിങ് കൂടിയാൽ വരാം, വാട്ടറിങ് കുറഞ്ഞാൽ വരാം, ഫെർട്ടിലൈസർ കൂടിയാൽ വരാം, പല രീതിയിലും. പക്ഷേ ഇപ്പോൾ വരുന്നത് ഈ നിർത്താതെ വീഴുന്ന മഴയിൽ കൂടെയാണ്. കാരണം ലീഫുകളിൽ ഏത് ടൈമിലും ഈ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ അതവിടെ നിന്ന് അത് യെല്ലോ കളർ ആവുന്നതാണ്. കുഴപ്പമില്ല. യെല്ലോ കളർ കാണുമ്പോൾ തന്നെ നമ്മൾ കൈവച്ചൊന്ന് നുള്ളിക്കളഞ്ഞിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സാഫ് അടിക്കുക. സാഫിന് വെട്ടാനൊന്നുമില്ല മക്കളെ. സാഫ് പഞ്ചസൈഡ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ മഴയത്ത് ഒരു ആശ്വാസം. പിന്നെ സീഡോമോണസൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് ചുവട്ടിലൊഴിച്ച് കൊടുക്കുക. ഞാൻ സാഫ് മാത്രം അടിക്കാറുള്ളൂ. അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. പിന്നെന്താ, പിന്നെ ഈ ടൈമിൽ ഒത്തിരി കാറ്റ്, ഈ മഴയത്ത് ഒത്തിരി കാറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒത്തിരി കാറ്റാണ്. ഇവിടെ വെള്ളം നിൽക്കില്ല, പക്ഷെ കാറ്റാണ്. അപ്പോൾ കമ്പുകൾ ഇങ്ങനെ നീണ്ടു പോയേക്കണത് എല്ലാം തലയും കുത്തി കിടപ്പാണ്. അപ്പം നമ്മളൊന്ന് മഴ കഴിയുമ്പോഴൊന്ന് അതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് നടന്ന് ഒത്തിരി വെള്ളം നിൽക്കുന്നുണ്ടോ, കെട്ടി നിൽക്കുന്നുണ്ടോ, കമ്പുകൾ ചാഞ്ഞിട്ടുണ്ടോ, സപ്പോർട്ട് വേണമോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു കമ്പൊക്കെ എടുത്ത് ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ കാറ്റ് വന്ന് അങ്ങനെ കിടന്ന് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ശിഖരങ്ങളെല്ലാം ഒടിഞ്ഞു പോകും കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യട്ടെ. ഞാൻ ഇത്രയേറെ എൻ്റെ ചെടികളെ കുഞ്ഞു മക്കളെ പോലെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. അത് തന്നെയല്ല, അങ്ങനെയൊക്കെ നോക്കിയിട്ട് എൻ്റെ പ്ലാന്റ്സ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് നല്ല ആരോഗ്യപരമായിട്ട്. നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ പ്ലാന്റ്സുകളും സൂപ്പറായി വരും. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഒരു കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ. പിന്നെ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വണ്ടച്ചന്മാരൊക്കെ വന്ന് നമ്മുടെ തളിർപ്പുകളൊക്കെ തിന്ന് നശിപ്പിക്കുമെന്ന്. കാണുന്നുണ്ടോ നിങ്ങളിത്? കണ്ടോ, ഒരു വണ്ടച്ചൻ വന്ന് കാണിച്ചു വെച്ചേക്കുക. അവനെ ഞാൻ ശരിപ്പെടുത്തും കണ്ടാൽ. എൻ്റെ പാവം മക്കൾ കണ്ടോ, പാവം. വണ്ടച്ചനും പാവമാണ്, പക്ഷെ എന്തിനാ നമ്മളേക്ക് ഇങ്ങനെ ഉപദ്രവിക്കണേ അല്ലേ? ഓക്കെ, അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ. ഓക്കെ, ടാറ്റാ, ബൈ.